നഗരവാസികൾക്ക് പുതു അനുഭവമായി കാർഷികോത്സവം. ആയിരങ്ങളാണ് കളമശ്ശേരിയിൽ സംഘടിപ്പിച്ച കാർഷികോത്സവം കാണാനായി പ്രദർശന നഗരിയിലെത്തിയത്. ഒരാഴ്ച നീണ്ടുനിന്ന മേള ഇന്ന് സമാപിക്കും. കളമശ്ശേരി ചാക്കോളാസ് പവലിയനിൽ 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കാർഷികോത്സവം ഒരുക്കിയത്. പ്രദർശനമേള, കലാവിരുന്ന്, ഭക്ഷ്യമേള, പാചക മത്സരം, സംവാദ സദസ്സുകൾ തുടങ്ങി വിപുലമായ പരിപാടികൾ കാർഷികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. വിപുലമായ ഭക്ഷ്യമേള പ്രദർശന നഗരിയിൽ പ്രധാന ആകർഷണമായി. കാർഷികോൽപ്പന്നങ്ങൾക്ക് പുറമെ കയർ, മുള, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ISRO, ജില്ലാ വ്യവസായ കേന്ദ്രം, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയുടെയും സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. മേള നഗരിയിൽ പാചക മത്സരം, സംവാദ സദസ്സുകൾ തുടങ്ങി വിപുലമായ പരിപാടികൾ നടന്നു. മണ്ഡലത്തിലെ കലാകാരന്മാരുടെ പരിപാടികൾക്ക് പുറമെ പ്രമുഖ കലാകാരന്മാരുടെ പരിപാടികളും വൈകുന്നേരങ്ങളിൽ അരങ്ങേറി. കാർഷികോത്സവത്തിന്റെ 2ാം സീസണിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായതെന്ന് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ കോർഡിനേറ്റർ പള്ളിയാക്കൽ വിജയൻ പറഞ്ഞു. കളമശ്ശേരി മണ്ഡലത്തിലെ MLA-യും കേരളത്തിന്റെ വ്യവസായ നിയമ വകുപ്പ് മന്ത്രിയുമായ ശ്രീ P. രാജീവ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഒരു സമഗ്ര കാർഷിക വികസന പദ്ധതിയാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി. സുരക്ഷിത ഭക്ഷ്യോൽപാദനത്തിൽ കൂടി ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ മണ്ഡലത്തെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ദൗത്യം. അതിന് നമ്മുടെ ത്രിതല പഞ്ചായത്തുകളെയും പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളടക്കമുള്ള സഹകരണ സ്ഥാപനങ്ങളെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കർഷകരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നൊരു പ്രവർത്തനം കഴിഞ്ഞ 1.5 വർഷക്കാലമായി നടത്തി വരുന്നൊരു പ്രവർത്തനമാണ് ഈ കൃഷിക്കൊപ്പം പദ്ധതിയുടെ ഭാഗമായി നടന്നു വരുന്നത്. കാർഷികോത്സവത്തെ വരവേൽക്കാൻ 132 സ്റ്റാളുകളാണ് ചാക്കോളാസ് പവലിയനിൽ ഒരുക്കിയത്. ഒരാഴ്ച നീണ്ടുനിന്ന മേള ഇന്ന് സമാപിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.